പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളോട് സാക്ഷീകരിപ്പാൻ സ്വർഗത്തെ ദൈവം ഇങ്ങനെ ഒരു വിലയേറിയ ഭാഗ്യം ഒരുക്കി തന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും വന്ദനവും ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും ഐശ്വര്യമായിട്ട് സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നൊറ്റ വാക്കിൽ ആശംസിക്കുകയാണ്. വേഗത്തിൽ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്താണ് താമസിക്കുന്നത്. IPC അബാന സിറ്റി ചർച്ചിനോട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ പ്രവർത്തനമായിരിക്കുന്നു. ഭാര്യയും 7 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞുമുണ്ട്. 2 സഹോദരങ്ങൾ, മാതാവുമുണ്ട്. ഇതാണ് എൻ്റെ കുടുംബമെന്ന് പറയുന്നത്. ഓർക്കുമ്പോഴേക്കും പ്രാർത്ഥിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഒരിക്കലും ഈ വിശുദ്ധ തിരുവെഴുത്തുകൾ കരങ്ങളിലെടുക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയല്ല. ഞാനിത് പറയാൻ കാരണമുണ്ട്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഒരു ഏകലവ്യ ആശ്രമത്തിലാണ് പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. ഏകലവ്യ ആശ്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരിക്കലും അവിടെ ബൈബിളല്ല പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെക്കുറിച്ചും വിഗ്രഹങ്ങളെ സേവിക്കുന്നതിനെ കുറിച്ചാണ് പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. ആ ക്ഷേത്രാങ്കണത്തിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രഭാതം കൃത്യം 3 മണിക്ക് എഴുന്നേൽക്കണം. കൃത്യം 4:50 നട തുറക്കുന്നതിന് മുമ്പേ അവിടുത്തെ പൂജയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവിടുത്തെ ഭജനപ്പാട്ടിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ക്ഷേത്രാങ്കണത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞു ഹൃദയത്തിനകത്ത് ഒരു വലിയൊരു ആഗ്രഹമുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. ആഗ്രഹമെന്ന് പറയുന്നത്, എനിക്കൊരു ചെണ്ട കൊട്ട് പഠിക്കണമെന്നുള്ളൊരു താല്പര്യം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായി. അങ്ങനെ ഏകദേശം 48 മണിക്കൂറോളം ഗിന്നസ് ബുക്കിന് വേണ്ടി ചെണ്ട കൊട്ടി പേർ ചേർക്കപ്പെട്ട JK സതീഷ് അവറുകൾ, പനമണ്ണൻ മനോഹരനാശാൻ, ഗുരുവായൂർ കണ്ണനാശാൻ, കലാമണ്ഡല രതീഷാശാൻ, ഇങ്ങനെ പ്രശസ്തരായ വ്യക്തികളുടെ കീഴിൽ ഞാൻ ചെണ്ട അഭ്യസിക്കുവാൻ ഇടയായിത്തീർന്നു. തിരുവനന്തപുരത്ത് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഏകദേശം 18 വർഷം വരെയും അവിടുത്തെ വിളക്ക് പൂജയ്ക്കൊക്കെ ചെണ്ട കൊട്ടുന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ക്ഷേത്രാങ്കണത്തിൽ മാത്രം ഏകദേശം ഒത്തിരി വർഷങ്ങൾ വരെയും ഞാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് എങ്ങനെയാണെന്ന് വേഗത്തിൽ ഞാൻ പറയാൻ വേണ്ടി ഒന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരിക്കലും ഈ വിശുദ്ധ തിരുവെഴുത്തുകൾ കരങ്ങളിൽ എടുക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയല്ല. ഇനി എൻ്റെ സാക്ഷ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട സ്ഥലം പറഞ്ഞാൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, കേരളത്തിനകത്ത് 14 ജില്ലകളുണ്ട്. 14 ജില്ലകളുടെ തലസ്ഥാന നഗരമെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ട്രിവാൻഡ്രം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം 11.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ കോളനിയുണ്ട്. ഒരുപക്ഷെ എല്ലാവരും സുപരിചിതമായിട്ടുള്ള കേട്ട ഒരു കോളനിയാണ് ചെങ്കൽച്ചുള്ള കോളനി. ഈ ചെങ്കൽച്ചുള്ള കോളനിയെക്കുറിച്ച് 1-2 വാക്കുകൾ പറയട്ടെ. ദീർഘവർഷങ്ങൾക്ക് മുമ്പേ പട്ടാപ്പകല് പോലും പോലീസുകാർ കയറുവാൻ ഭയന്ന് പറിച്ച ഒരു സ്ഥലമായിരുന്നു ചെങ്കൽച്ചുള്ള കോളനി. മാറിയും തിരിഞ്ഞ് ഭരിച്ച ഭരണകൂടത്തിന് ചെങ്കൽച്ചുള്ളയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ 3 മുറകൾക്കും ചെങ്കൽച്ചുള്ളയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനു പറയാൻ, കോടതിയുടെ ഒരു നിയമത്തിന് പോലും ചെങ്കൽച്ചുള്ളയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ ചെങ്കൽച്ചുള്ളയെ നോക്കി സമൂഹമൊക്കെയും ഒരേ ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞ ഒരു പദമുണ്ടായിരുന്നു: ഒരിക്കലും ചെങ്കൽച്ചുള്ള കോളനിയിലെ തലമുറകൾ നന്നാവത്തില്ല. പറഞ്ഞ സ്ഥാനത്ത് പാവപ്പെട്ട സുവിശേഷകന്മാർ ലഘുലേഖയും ദൈവത്തിന്റെ തിരുവചനവുമായി ചെങ്കൽച്ചുള്ളയുടെ തെരുക്കോടുകൾ കയറിയിറങ്ങി സുവിശേഷത്തിന്റെ വിളംബരം ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവിടെ നന്നാവത്തില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്മാരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിപ്പാൻ ഇടയായിത്തീർന്നു. ഇന്ന് ഒരുപക്ഷെ ചെങ്കൽച്ചുള്ളയുടെ അകത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ മദ്യത്തിന്റെ ലഹരി പിടിച്ച കടാരകളും വാളുകളും കൂട്ടിമുട്ടുന്ന ശബ്ദമല്ല മുഴങ്ങുന്നത്. മാറത്തടിച്ച് നിലവിളിക്കുന്ന മാതാപിതാക്കന്മാരുടെ ശബ്ദമല്ല മുഴങ്ങുന്നത്. നേരെ മറിച്ച് ഓരോ ഭവനത്തിന്റെ അകത്തളങ്ങളിലും തമ്പേറടിച്ചും കരങ്ങൾ കൂട്ടിയടിച്ച് ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ ചെങ്കൽച്ചുള്ള കോളനിക്കകത്ത് നിന്നും ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9 ദൈവസഭകൾ ഇന്ന് ചെങ്കൽച്ചുള്ള കോളനിക്കകത്തുണ്ട്. ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം തന്നെ സ്വർഗത്തിലെ ദൈവം ചെങ്കൽച്ചുള്ള കോളനിക്കകത്ത് നിന്നും എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. ഒരു കാലഘട്ടത്ത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തം ജീവിതം നയിച്ച് മൃഗതുല്യമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിനകത്തും ഉണ്ടായിരുന്നു. എന്നാൽ മയക്കുമരുന്ന്, മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളൊക്കെയും എൻ്റെ ജീവിത അനുഭവങ്ങളെ കൊണ്ടെത്തിച്ചത് നിരവധി കേസുകളിലായിരുന്നു. ഒന്നാമത്തെ എൻ്റെ കേസെന്ന് പറയുന്നത്, ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് 307 വകുപ്പ് പ്രകാരം
എന്നെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തുള്ള അട്ടക്കുളങ്ങരയിലുള്ള സബ് ജയിലിൽ എന്നെ കൊണ്ടുപോയി അടച്ചു പൂട്ടുവാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെ നിങ്ങൾ ആ ജയിലിനെ കുറിച്ച് ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരു സ്ത്രീയുടെ പേരിലാണ്. ആ സ്ത്രീയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീഷ്മ എന്ന് പറയും. ഒരുപക്ഷെ ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവത്തില്ല. കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പേരിലാണ് ഇപ്പോൾ ആ ജയിൽ അറിയപ്പെടുന്നത്. കാരണം നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കേട്ട് കാണും. ഹല്ലേലൂയ, ഒത്തിരി പത്രമാധ്യമങ്ങൾ മീഡിയകളിലൂടെ ആ ജയിൽ ഇപ്പോൾ ഇന്ന് പ്രശസ്തമാണ്. ആ ജയിലിലായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രവേശനം എന്ന് പറയുന്നത്. പിന്നെ വെച്ചടി കയറ്റം എന്ന് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷൻ, കോടതി മുറികൾ, ജയിലറുകളായിട്ട് എൻ്റെ ജീവിതം മാറി മറിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2011 മാർച്ച് മാസം 12-ാം തീയതി ചെങ്കൽച്ചുള്ള കേന്ദ്രീകരിച്ച് ഒരു കൊലപാതകം നടക്കുവാൻ ഇടയായി തീർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷണത്തിന്റെ ഇടയ്ക്ക് ഉപദ്രവം കിട്ടിയത് കൊണ്ട് ഞങ്ങൾ 6 പ്രതികൾ തിരുവനന്തപുരത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകുവാൻ ഇടയായി തീർന്നു. ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു. ഡോക്ടർമാർ പുറത്തു പോയ ഉടൻ തന്നെ ഈ ഡോക്ടർമാർ കാണാതെ, ഈ വാർഡന്മാരും കാണാതെ ഈ ഹോസ്പിറ്റലിന്റെ പുറകുവശം വഴി ഇറങ്ങി അടുത്തുള്ള മദ്യശാലയ്ക്കകത്ത് കയറി ഒരു കുപ്പി മദ്യവും വാങ്ങിച്ച്, അടുത്തുള്ള തട്ടുകടയിൽ കയറി ദോശയും ബീഫെല്ലാം വാങ്ങിച്ച് ഈ ജനറൽ ഹോസ്പിറ്റലിന്റെ പുറകുവശം കൊണ്ടുവന്ന് കഴിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പേർ മതിൽ ചാടിക്കടന്ന് വന്ന് എൻ്റെ ഷർട്ടിനെ പിടിക്കുവാൻ ഇടയായി തീർന്നു. ഉടൻ തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു ജീപ്പ് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എനിക്ക് മനസ്സിലായി ഇത് പോലീസുകാരാണെന്ന്. അന്ന് രാത്രി തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റിന്റെ അടുക്കലുള്ള കൺട്രോൾ റൂമിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. പല പ്രാവശ്യവും മദ്യത്തിന്റെ ലഹരിയിൽ പോലീസുകാർ എന്നെ പിടിച്ച സമയത്തൊക്കെയും അടുത്ത പ്രഭാതത്തിൽ മാത്രമേ വിട്ടിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കിയ ഞാൻ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഓഫീസ് മുറിയുടെ സൈഡിൽ വിരിച്ച് ഞാൻ കിടന്നുറങ്ങുവാൻ ഇടയായി തീർന്നു. അടുത്ത പ്രഭാതമായപ്പോൾ ഒരു കൂട്ടം പോലീസുകാർ ഓടിക്കൂടി വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചോളത്തി, പ്രശാന്ത് എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു പോലീസുകാരൻ പറഞ്ഞ ഒരു വാക്ക് കേട്ട് ഞാൻ എട്ടിപ്പോയി. എന്താണെന്നറിയാമോ? കഴിഞ്ഞ രാത്രിയിൽ സംഘർഷണത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ കുത്തിയവൻ മരിച്ചുപോയി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഹൃദയത്തിനകത്ത് വളരെയധികം ഭയവും പ്രയാസവും അല്ലെങ്കിൽ പേടിയും കയറി വരുവാൻ ഇടയായി തീർന്നു. ഉടൻ തന്നെ പോലീസുകാർ എന്നോട് പറഞ്ഞു എൻ്റെ ഉടുവസ്ത്രമെല്ലാം ഊരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഉടുവസ്ത്രമെല്ലാം ഊരി മാറ്റി വെച്ചതിന് ശേഷം പ്രത്യേകം ഒരു സെല്ലിനകത്തേക്ക് എന്നെ കൊണ്ടുപോയി അടച്ചു പൂട്ടുവാൻ ഇടയായി തീർന്നു. അല്പസമയം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവന്ന് ഞാൻ കിടക്കുന്ന മുറിക്കകത്തേക്ക് ഒഴിച്ചിട്ടു. എന്നിട്ട് പ്രത്യേകം ഫ്രീസ് ചെയ്ത ഐസ് കട്ടകൾ അതിനകത്ത് കൊണ്ടുവന്ന് അടിച്ചു പൊട്ടിച്ചിടുവാൻ ഇടയായി തീർന്നു. ഉടുവസ്ത്രം പോലും ഇല്ലാതെ ശരീരം മുഴുവൻ തണുത്തു മരവിച്ചു വരുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന പോലീസുകാരെല്ലാം അതിനകത്ത് വന്ന് എന്നെ മൃഗീയമായി ഉപദ്രവിക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് ഇന്ത്യൻ നിയമം എന്ന് പറയുന്നത്. പക്ഷേ 6 ദിവസം വരെയും അതിനകത്തിട്ട് എന്നെ മൃഗതുല്യമായി എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങി. 1-ാം ദിവസം കഴിഞ്ഞു പോയി, 2-ാം ദിവസം കഴിഞ്ഞു പോയി, 3-ാം ദിവസം കഴിഞ്ഞു പോയി. 5-ാം ദിവസം പ്രഭാതം 2 മണിയായപ്പോൾ ഏകദേശം 12 പോലീസുകാർ ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് കയറി വരുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് ഉറങ്ങിക്കിടക്കാൻ എന്നെ വിളിച്ചുണർത്തി, എന്നെ തിരിച്ചു നിർത്തി എൻ്റെ കഴുത്തിന്റെ ഈ ഭാഗം തുടങ്ങി പാദത്തിന്റെ അടിപാദം വരെയും മാരകമായിട്ടുള്ള ചൂരിൽ വെച്ച് ശരീരം മുഴുവനും അടിച്ചു പൊട്ടിക്കുവാൻ ഇടയായി തീർന്നു. കഴിഞ്ഞില്ല, പഴയ റേഷൻ കടയിലേക്ക് ഉപയോഗിക്കുന്ന പഞ്ചസാര അളക്കാനും ഗോതമ്പ് അളക്കാനും അരി അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന 5 കിലോ ഭാരം വരുന്ന ഒരു പടിയെടുത്ത് നിലത്തോട് തോർത്തിട്ടതിന് ശേഷം അതിനകത്ത് വെച്ച് ചുറ്റിക്കെട്ടി കുനിച്ചു നിർത്തി എൻ്റെ നട്ടലിനെ അടിച്ചു പൊട്ടിക്കുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് അവരെ കയ്യിലിരിക്കുന്ന വെയിറ്റുള്ള നല്ല വയർലക്സ് വെച്ച് എൻ്റെ കുറുക്കിനെ തണ്ടുകുറുക്കിൽ നോക്കി അവർ അതിനെ വെച്ച് ആഞ്ഞിടിക്കുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ അന്നത്തെ SI ആയിരിക്കുന്ന സന്തോഷ് കുമാർ സാറ് ഒരു പ്ലാസ്റ്റിക് ചെയർ കൊണ്ടുവന്ന് ഞാൻ കിടക്കുന്ന ആ സെല്ലിനകത്തേക്ക് ഇടുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രശാന്ത് കാലിന്റെ ഭാഗം അകത്തോട്ട് കയറി കിടക്കാൻ പറഞ്ഞു. എന്നെ കയറ്റി കിടത്തിയതിനു ശേഷം എന്നോട് പറഞ്ഞു തിരിഞ്ഞു കിടക്കാൻ. എന്നെ തിരിച്ചു കിടത്തിയതിനു ശേഷം എൻ്റെ തലമുടിയെ കൂട്ടിപ്പിടിച്ച് വലിച്ചെടുത്ത് ലാടം വെച്ച ബോട്ടിന്റെ അടിഭാഗം വെച്ച് നടുകുറുക്കിനെ ചവിട്ടി ഓടിച്ച് പഞ്ചസാരയും കലക്കി തന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രശാന്ത് നീ 25 വയസ്സ് നീ പൂർത്തീകരിക്കത്തില്ല, എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ 36ാമത്തെ വയസ്സ് പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്നലെ വരെ കഴിച്ച ഭക്ഷണത്തിന്റെ ക്വാളിറ്റി കൊണ്ടല്ല പ്രശാന്ത് നിൽക്കുന്നത്, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥതയോടെ പറയട്ടെ, ഹാലലൂയ, ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മാന്യമിത്രങ്ങളും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാനുള്ള ഒറ്റ പദം മാത്രമേ ഉള്ളൂ, നാം ആരും നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തുന്നതാണ്. അങ്ങനെ സന്തോഷ് കുമാർ സാർ മാറി ഉടൻ തന്നെ വീണ്ടും 4 പോലീസുകാർ, ഒരു പോലീസുകാരൻ വന്ന് വലതേക്ക് പിടിച്ചു, വേറൊരു പോലീസുകാരൻ വന്ന് ഇടതേക്ക് പിടിച്ചു, വേറെ 2 പോലീസുകാർ എന്നെ വലതുകാരനും ഇടതുകാരനും എന്നെ തൂക്കി പിടിച്ചെടുക്കുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ തൊട്ടിലിട്ട് ആട്ടുന്നത് പോലെ എന്നെ ആട്ടുവാൻ വേണ്ടി തുടങ്ങി. ആട്ടി ഫോഴ്സ് കൂടിയ ഉടൻ തന്നെ എന്നെ ചെവറിലേക്ക് വലിച്ചെറിയുവാൻ ഇടയായി തീർന്നു. ഇടികൊണ്ട് നിലത്ത് വീഴുന്ന സമയത്ത്
ഹല്ലേലൂയ, ഞാനൊരു ശബ്ദം കേട്ടു, ഒരു ദൈവശബ്ദം കേട്ടു. പക്ഷെ അന്ന് ദൈവശബ്ദം കേൾക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ള പ്രതികളെല്ലാം വൃത്തിഹീനമാക്കിയിട്ടിരിക്കുന്ന ബാത്റൂമിനകത്ത് കയറി, കക്കൂസിനകത്ത് കയറി, ഉടുവസ്ത്രം പോലും ഇല്ലാതെ ഞാൻ മുഴങ്കാലും മടക്കി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല അന്ന് ഞാൻ പ്രാർത്ഥിച്ച, ഞാൻ സേവിച്ച ദേവന്മാര് ദേവിമാരെ ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി. സർവധർമ്മ പരിത്യജ മാമേഹം ശരണം പ്രജ അഹം സർവ പാപിഭ്യോ മോക്ഷിഷ്യാമി മാം സുജ. സകല പാപത്തെയും ക്ഷമിക്കുന്ന ദേവന്മാരെ ദേവിമാരെ, ഈ കാലഘടകത്തിന്റെ അകത്തളങ്ങളിൽ നിന്നും എന്നെ ഒന്ന് വിടുവിക്കണമേ. എനിക്ക് ഒരു ആശ്വാസവും കിട്ടുന്നില്ല, ഒരു സമാധാനം കിട്ടുന്നില്ല. ഞാൻ ചിന്തിച്ചു, മാതാപിതാക്കന്മാരോട് ചെയ്ത അകൃത്യമാണോ ഇത്രയും കഷ്ടം അനുഭവിക്കുന്നത്? ഗുരുക്കന്മാരോട് ചെയ്ത അകൃത്യമാണോ ഇത്രയും കഷ്ടം അനുഭവിക്കുന്നത്? പറഞ്ഞു ഒത്തിരി മന്ത്രങ്ങൾ ഉരുവിടാൻ വേണ്ടി തുടങ്ങി. പക്ഷെ എന്നിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല. പിന്നെ ഞാൻ മന്ത്രം പറയുന്ന നിർത്തി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി, എന്റെ ദൈവമേ, ഇതിനകത്തു നിന്നും എന്നെ ഒന്ന് വിടുവിക്കണമേ. അത് ഹൃദയത്തിന്റെ നുറുക്കത്തോടുള്ള നിലവിളിയായിരുന്നു, അത് ഹൃദയത്തിന്റെ വേദനയോടുള്ള നിലവിളിയായിരുന്നു. പ്രശാന്ത് ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവം ഹല്ലേലൂയ ഇന്നുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കേൾക്കുന്ന മാന്യമിത്രമേ, ഒരുപക്ഷെ നീ ഇന്ന് തകർച്ചയുടെ വക്കിലായിരിക്കാം, ഹൃദയത്തിന്റെ വേദനയുടെ വക്കിലായിരിക്കാം, ഹൃദയത്തിന്റെ ഞെരുക്കത്തിന്റെ അവസ്ഥയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം ഈ സാക്ഷികളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഏത് വലിയ വേദനകരമാകുന്ന വിഷയത്തെയും പരിഹരിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു. ഹല്ലേലൂയ. പറയട്ടെ, എന്റെ നിലവിളി സ്വർഗം കേട്ടുവെന്ന് വേണം പറയാൻ. 6ാമത്തെ ദിവസമായപ്പോൾ പോലീസുകാർ തീരുമാനിച്ചു, ഹല്ലേലൂയ, എന്നെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ. വീണ്ടും തിരുവനന്തപുരത്തുള്ള ജനറൽ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടിരുത്തുന്ന സമയത്ത് പോലീസുകാർ ഡോക്ടറോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സംഘർഷണത്തിന്റെ ഇടയ്ക്ക് കിട്ടിയ ഉപദ്രവം മാത്രമേ പ്രശാന്തിന്റെ ശരീരത്തിനകത്തുള്ളൂ, പോലീസുകാർ തൊട്ടിട്ട് പോലും ഇല്ല എന്നും പറഞ്ഞ് ഒരു മെഡിക്കൽ റിപ്പോർട്ടും തയ്യാറാക്കി തിരുവനന്തപുരത്തുള്ള വഞ്ചൂർ കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. അവിടുന്ന് റിമാൻഡ് പത്രവും വാങ്ങിച്ച് നേരെ തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള സെൻട്രൽ ജയിലിന്റെ സ്പെഷ്യൽ ജയിലിലേക്ക്, ഹല്ലേലൂയ, കുഞ്ചാലമൂട് ജയിലിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, തലകുണിച്ച് ജീപ്പിനകത്തിരിക്കുമ്പോൾ ഞാൻ വലിയ മതിൽക്കെട്ടുകൾ ഞാൻ ഇങ്ങനെ നോക്കി. ആ മതിൽക്കെട്ട് അവസാനിച്ചത് വലിയ ഇരുമ്പ് കവാടത്തിന്റെ മുമ്പിലാണ്. ഞാൻ എന്റെ ഹൃദയം കൊണ്ട് പറയുവാൻ വേണ്ടി തുടങ്ങി, ഇനി എനിക്ക് പുറംലോകം കാണുവാൻ കഴിയുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ ജീപ്പിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ആ ഇരുമ്പ് കവാടം അവിടുത്തെ ഹല്ലേലൂയ ജയിൽ അധികാരികൾ തുറന്നു തരുവാൻ ഇടയായി തീർന്നു. എന്നെ അവർ സ്വീകരിച്ചത് നടയടിയോട് കൂടിയാണ്. ഈ നടയടി എന്ന് പറയുന്നത് നമ്മളെ തിരിച്ചു നിർത്തിയതിനു ശേഷം 2 കരം ഉയർത്തിപ്പിടിക്കണം, മൂക്കിന്റെ തുമ്പ് ഭാഗം ചുവരോട് ചേർത്ത് വെക്കണം, എന്നിട്ട് 3 അടിവരെയും നട്ടലിന്റെ ഭാഗത്ത് അടിക്കും. അടിക്കുന്ന സമയത്ത് കരമെടുക്കാനും പാടില്ല, ചുവരോട് ചേർന്ന് നിൽക്കുന്നത് മാറാനും പാടില്ല. അങ്ങനെ ചേർത്ത് നിർത്തി ഹല്ലേലൂയ നട്ടന്റെ ഭാഗത്ത് 1ാമത്തെ അടി കൈവീശി അങ്ങോട്ട് ആഞ്ഞടിച്ചു. ഞാൻ തകർന്നു പോയി. 2ാമത്തെ അടി അടിച്ചു, ഞാൻ നിലത്ത് കുഴഞ്ഞു വീണ് പോയി. പിന്നെ അവർക്ക് എന്നെ അടിക്കാൻ സാധിച്ചില്ല. 2 ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടിയാണ് പിന്നെ ഞാൻ ആ ഹല്ലേലൂയ അതിനകത്ത് ഞാൻ എഴുന്നേറ്റ് നിൽക്കുവാൻ ഇടയായി തീർന്നത്. ആ സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ എന്റെ കരത്തിൽ ചില വസ്തുക്കൾ കൊണ്ടുവന്ന് തന്നു. ഒരു കീറിയ പായും, ഒരു പ്ലേറ്റും, ഒരു മൊന്തയും, ഒരു ഗ്ലാസും. ഇതിനെയും തൂക്കിപ്പിടിച്ച് നടക്കാൻ പോലും കഴിയാതെ 2 ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി അഡ്മിഷൻ സെല്ലിനകത്തേക്ക് എന്നെ കൊണ്ടുപോയി അടച്ചു പൂട്ടുവാൻ ഇടയായി തീർന്നു. അതിനകത്ത് ഹല്ലേലൂയ അടിയുടെ അബാധകളാൽ ഞാൻ കിടന്നുറങ്ങുവാൻ ഇടയായി തീർന്നു. അടുത്ത പ്രഭാതമായപ്പോൾ 10 മിനിറ്റോളം കുളിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരം ഞങ്ങൾക്ക് ജയിലധികാരികൾ ഒരുക്കും. വെറും മൊന്തയും തൂക്കിപ്പിടിച്ച് വെറും അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ജയിലിന്റെ തെരുവീതിലൂടെ കുളിക്കുവാൻ വേണ്ടി നടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രതികളെല്ലാം കൂക്ക് വിളിച്ച് പരിഹസിക്കുവാൻ വേണ്ടി തുടങ്ങി. കുളിച്ച് പയ്യെ നടക്കാൻ പോലും കഴിയാതെ വരുന്ന സമയത്ത് ഒരു അപ്പച്ചൻ വിളിച്ചു, മോനെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. പയ്യെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, മോനെ ഉടുവസ്ത്രമൊന്നും കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പച്ച എന്റെ ഉടുവസ്ത്രമല്ല, പോലീസുകാർ കീറിക്കളഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു കീറിയ കൈലി എനിക്ക് ഹല്ലേലൂയ തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ കീറിയ കൈലും എടുത്തുകൊണ്ട് ഞാൻ ജയിൽവാസം ആരംഭിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ ചില ദിവസങ്ങൾ കഴിഞ്ഞു പോയി, ചില ആഴ്ചവട്ടങ്ങൾ കഴിഞ്ഞു പോയി, ചില മാസങ്ങൾ കഴിഞ്ഞു പോയി. തകർക്കപ്പെട്ടവനായി കാരാഗൃഹത്തിനകത്തളങ്ങളിൽ പൈശാചിക മണ്ഡലം എന്നെ ഒതുക്കി കൂട്ടുവാൻ ഇടയായി തീർന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും എന്റെ ജീവിതത്തെ കാരാഗൃഹത്തിനകത്ത് ഒതുക്കി കൂട്ടുവാൻ ഇടയായി തീർന്നു. അതിനകത്ത് കിടക്കുന്ന സമയത്ത് ഈ വലിയ ചപ്പാത്തിയാണ് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തരുന്നത്. അതിന്റെ പൊടിയെല്ലാം ശരീരത്തിനകത്ത് പതിച്ചു, കണ്ണിൽ ബാധിച്ചു, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ മാറി. ശരീരത്ത് മുഴുവനും വ്യാപരിച്ചു. അത് ശരീരത്തിനകത്ത് വ്രണങ്ങളായി മാറുവാൻ വേണ്ടി തുടങ്ങി. ഹാലിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, സാറേ എന്റെ ശരീരം മുഴുവനും വ്രണമാണ്, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. പക്ഷേ അവർ കേട്ട ഭാവം പോലും തടിച്ചില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വ്രണങ്ങളെല്ലാം പൊട്ടി ശരീരത്തിൽ നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങി.
തുടങ്ങി. ഞാൻ വീണ്ടും പറഞ്ഞു, പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, സാറേ എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ കേട്ട ഭാവം പോലും നടിച്ചില്ല. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടി ശരീരത്തിൽ നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങി. ഞാൻ കിടന്ന ആ സെല്ലിനകത്ത് മറ്റ് 16ഓളം പ്രതികൾ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശരീരത്തിന്റെ സ്മെല്ല് കാരണം ഇവർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയാത്തൊരു സാഹചര്യമായി മാറുവാനിടയായി തീർന്നു. ഒരു ദിവസമായപ്പോൾ ഈ പ്രതികൾ എല്ലാവരും ഒരേ ശബ്ദത്തോടു കൂടി ബാലരാമപുരകാരനായിരിക്കുന്ന വിൽസൺ സാർ എന്ന് പറയുന്ന ഒരു ജയിൽ വാർഡനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഈ പ്രശാന്തിനെ ഞങ്ങളുടെ കൂട്ടത്തിന്റെ കടത്താൻ പറ്റത്തില്ല, ഇവന്റെ ശരീരം മുഴുവൻ വ്രണമാണ്, സ്മെല്ലാണ്, ഞങ്ങൾക്ക് ഇവന്റെ അടുക്കൽ പോകാനോ ഇവന്റെ അടുക്കൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ സാധിക്കുന്നില്ല, പ്രശാന്തിനെ വേറൊരു സെല്ലിലേക്ക് അടയ്ക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. അന്ന് രാത്രിയായപ്പോൾ ബാലരാമപുരകാരനായിരിക്കുന്ന വിൽസൺ സാറ് രാത്രി വന്ന് എന്നെ വിളിച്ചോണ്ടി, പ്രശാന്തേ നിന്റെ പ്ലേറ്റും പായലും കൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറേ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണെന്ന് ചോദിച്ചു. ഉടൻ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നിന്നെ മറ്റൊരു സെല്ലിലേക്ക് അടയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ സെല്ലിനെ പോലീസ് അധികാരികൾ വാർഡന്മാർ വിളിക്കുന്ന പേരാണ് ഒറ്റപ്പെട്ട സെല്ല്. ഒരുപക്ഷെ ഒറ്റപ്പെട്ട സെല്ലെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായില്ല എന്ന് വരാം. കഴിഞ്ഞ വർഷം ഒരു സംഭവം കൊട്ടാരക്കരയിൽ നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും പത്രമാധ്യമങ്ങളിൽ വായിച്ച ഒരു കാര്യമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡോക്ടർ, വന്ദന എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ഒരു അധ്യാപകനായിരിക്കുന്ന ഒരു മനുഷ്യൻ മദ്യത്തിന്റെ ലഹരിയിൽ ഹോസ്പിറ്റലിന്റെ അകത്ത് കയറി കുത്തി കൊലപ്പെടുത്തിയ ഒരു കേസ് നിങ്ങൾ എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞു കാണും. അദ്ദേഹത്തിന്റെ മാനസിക നില തിരിച്ചറിയേണ്ടതിന് വേണ്ടി അടച്ചുപൂട്ടിയ ഒരു സെല്ലാണ് ഒറ്റപ്പെട്ട സെല്ല്. 2011 തകർക്കപ്പെട്ടവനായി ആ സെല്ലിനകത്ത് എന്നെ കൊണ്ടുപോയി അടച്ചു പൂട്ടുവാനിടയായി തീർന്നു. അതിനകത്ത് കിടന്ന് ഞാൻ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞ ദിവസങ്ങൾ ഇന്നും ഞാൻ വളരെയധികം വേദനയുടെ ഓർക്കാറുണ്ട്. എങ്കിലും ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്താറുണ്ട്. ഹാലലിയ സ്തോത്രം. അങ്ങനെ ഒറ്റപ്പെട്ട സെല്ലിനകത്ത് കിടക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം കരയുവാൻ വേണ്ടി തുടങ്ങി. അതിനകത്ത് കരഞ്ഞ് ലാസ്റ്റ് പിച്ചും പെയ്യും പറയാൻ തുടങ്ങി. ഞാനൊരു ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയായി എൻ്റെ ജീവിതം മാറി മറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഞായറാഴ്ച ആയപ്പോൾ ഞാൻ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നത്. ദൈവശബ്ദമല്ല, ഒരു ജയിൽ വാർഡന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ആ ജയിലിന്റെ തെരുവോരങ്ങളിൽ നടന്നുകൊണ്ട് ഹല്ലേലൂയ ഇങ്ങനെ അടിച്ചടിച്ച് പറഞ്ഞുകൊണ്ട് പോയ ശബ്ദം ഇങ്ങനെയാണ്, പള്ളി 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 പള്ളി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ശബ്ദം കേട്ടു. ഞാൻ ഉടൻ തന്നെ നോക്കുന്ന സമയത്ത് മറ്റുള്ള സെല്ലുകളിൽ നിന്നും പ്രതികൾ വരിവരിയായി ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചകൾ കണ്ടു. ഹല്ലേലൂയ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർ മടങ്ങി വരുന്നത്. മടങ്ങി വരുന്ന സമയത്ത് ഞാനൊരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സാറേ എന്തിനാണ് ഈ പ്രതികളെല്ലാം പുറത്തേക്ക് പോയത്? അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ ഇതിനകത്ത് പള്ളിക്കാർ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പള്ളിക്കാർ നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഇതിനകത്ത് വന്ന് നല്ല പാട്ടുകൾ പാടിത്തരും. അടുത്തത് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പള്ളിക്കാർ ഇതിനകത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ടി നല്ല വചനം പറഞ്ഞു തരുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. എൻ്റെ ഹൃദയത്തിനകത്ത് ആ സമയത്ത് ഒരു ചിന്ത തിളച്ചു മറിഞ്ഞു വന്നു. കാരണം അടച്ചുപൂട്ടി കിടക്കുന്ന കാരാഗൃഹത്തിന്റെ അകത്തളങ്ങളിൽ ഹല്ലേലൂയ പുറത്തിറങ്ങുവാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയായിരുന്നു. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ജയിലിനകത്ത് ബീഡി കയറ്റുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ആ സമയത്ത് ഭയങ്കര ബീഡി വലിയായിരുന്നു ജയിലിനകത്ത് കടന്ന്. അങ്ങനെ ഒറ്റപ്പെട്ട സെല്ലിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബീഡിയെല്ലാം തീർന്നു പോയി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ പുറത്തിറങ്ങാൻ എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ കൂട്ടുപ്രതികളെ കാണാം, അവരെ കയ്യിലിരിക്കുന്ന ബീഡി ഒന്ന് വാങ്ങാം, ആകാശം നന്നായിട്ടൊന്ന് കാണാം, വായു നന്നായിട്ടൊന്ന് ശ്വസിക്കാം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഹൃദയത്തിനകത്ത് തിളച്ചു മറിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ഞാനും കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാണ്? ഈ പള്ളിക്കാരുടെ പ്രാർത്ഥന കൂട്ടായ്മ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നിറപടിയായി നിവർത്തിക്കണം. അങ്ങനെ ഒരു ദിവസമായപ്പോൾ വീണ്ടും ഞാൻ ഞായറാഴ്ചയായപ്പോൾ ഞാൻ കേട്ടു, പള്ളി 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 പള്ളി. ഞാൻ പറഞ്ഞു, സാറേ ആ പള്ളിക്കാരുടെ കൂട്ടായ്മയിലേക്ക് എനിക്കും പോകണം. അങ്ങനെ ഹല്ലേലൂയ അവിടുത്തെ വാർഡ് വന്ന് എൻ്റെ ഇരുമ്പ് കവാടം തുറന്നു കയറുവാൻ ഇടയായി തീർന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രശാന്തേ അവിടെ ഒരു വലിയൊരു കൂട്ടമുണ്ട്, കൂട്ടത്തിന് നടുവിലിരിക്കരുത്, സൈഡിൽ മാറിയിരിക്കണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഹല്ലേലൂയ പ്രത്യേകം ഒരു കൂട്ടം ഇങ്ങനെ കൂടിയിരിക്കുന്നു. അതിന്റെ സൈഡിലായിട്ട് ഹല്ലേലൂയ ഞാനും പോയി അങ്ങ് ഇരിക്കുവാൻ ഇടയായി തീർന്നു. ഉടൻ തന്നെ അതിനകത്ത് നിന്നും പാവപ്പെട്ട 2 അപ്പച്ചന്മാർ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എഴുന്നേറ്റു. ഹല്ലേലൂയ ഞങ്ങളോട് പറഞ്ഞു, കണ്ണുകളെ മൂടാ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ചില പ്രതികളൊക്കെയും ആത്മാർത്ഥതയോടെ കണ്ണുകൾ മൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. ഞങ്ങൾ ചില പ്രതികൾ എന്താണ് സംഭവിക്കാൻ വേണ്ടി എന്ന് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഉടൻ തന്നെ ഈ പാവപ്പെട്ട 2 അപ്പച്ചന്മാരും പാസ്റ്റർമാരും ഹല്ലേലൂയ ഞങ്ങൾ പ്രതികളെല്ലാം പ്രാർത്ഥിച്ച് അങ്ങോട്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് ഒരപ്പച്ചൻ ഇരുന്നു, ഒരപ്പച്ചൻ ചാടി എഴുന്നേറ്റ് ഒരു ഗാനം ആലപിക്കുവാൻ വേണ്ടി തുടങ്ങി. നിങ്ങൾക്കറിയാമോ, കേരളത്തിനകത്ത് എത്ര ജില്ലകളുണ്ടോ ആ 14 ജില്ലകളിലും എല്ലാ ജയിലുകളിലും സന്ധ്യാസമയമാകുമ്പോൾ അവരവരുടെ കയ്യിലിരിക്കുന്ന പ്ലേറ്റിലൊക്കെയും ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനികളും
തട്ടിപ്പാടുന്ന ഒരേ ഒരു ഗാനം മാത്രമേ ഉള്ളൂ. ആ ഗാനമാണ് ഈ അപ്പച്ചൻ ഇങ്ങനെ പാടുവാൻ വേണ്ടി തുടങ്ങിയത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ഹാലൽ ശ്രോതാവേ, ഹാലൽ ഈ പാട്ടിന്റെ വരികൾ ഹാലൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഹാലലിയ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ആശ്വാസം ഹാലൽ പകർന്ന ഒരു ഗാനമായിരിക്കാം. ആ പാട്ടിന്റെ വരികൾ അപ്പച്ചൻ പാടിയത് ഇങ്ങനെയാണ്: പെറ്റമ്മ മറന്നാലും മറക്കാത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ വർണ്ണിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം ഈ അപ്പച്ചൻ ഇങ്ങനെ പാടിയാൻ വേണ്ടി തുടങ്ങി. പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ നോക്കുന്ന സമയത്ത് ചില പ്രതികളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന ഒരു കാഴ്ച കണ്ടു. ഹല്ലേലൂയ. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നയാ. അപ്പോൾ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രതി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഈ അപ്പച്ചന്റെ അരികിലേക്ക് ഓടി ചെന്നിട്ട് അപ്പച്ചന്റെ മൂക്കിലിട്ട് ഒരു ഒറ്റ ഇടി. ഞങ്ങളുടെ ഒരു കാഴ്ചയാണ്. ഇടികൊണ്ട് അപ്പച്ചന്റെ മൂക്കിൽ നിന്നും രക്തം ധാരധാരയെ ഒഴുകുവാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓടിക്കൂടി വന്നു. എന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓഫീസ് മുറിയിലേക്ക് ചെന്ന് ഒരു വെള്ളക്കടലാസിനെ തൂക്കിപ്പിടിച്ച് ഈ അപ്പച്ചന്റെ കരുത്തിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു: അപ്പച്ച, ഇതിനകത്തേക്ക് ഒരു സൈൻ പതിപ്പിച്ചേക്ക്, ഇവന്റെ കാര്യം ഞങ്ങളേറ്റു. ഹല്ലേലൂയ. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയാണ് എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു ചവിട്ടുപടിയായി മാറുവാനിടയാറ്റിരുന്നത്. എന്താണെന്നറിയാമോ? ഇടികൊണ്ട് രക്തം ധാരധാരയെ ഒഴുകുന്ന സമയത്തും പോലീസുകാർ ഹാലിൽ കൊടുത്തിരിക്കുന്ന വെള്ളക്കടലാസിനെ ഞങ്ങൾ പ്രതികളെല്ലാം കാണുക ഉയർത്തിപ്പിടിച്ച് രണ്ടാട്ട് വലിച്ചു കയറി നിലത്തിട്ടിട്ട് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ്: ക്രിസ്തുവിന് വേണ്ടി സകലതും ക്ഷമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹൃദയത്തിനകത്ത് വളരെയധികം അത് ഹാലലിയ ആ വാക്ക് എന്നെ വളരെയധികം സ്പർശിക്കുവാനിടയായി തീർന്നു. കാരണം ഒരു കാലഘട്ടത്ത് ഹാലിന് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിച്ച് കിട്ടുന്ന കാശുകൊണ്ട് മൃഗതുല്യമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഹാലലിയ ഈ വാക്ക് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വളരെയധികം ഹാലലിയ എനിക്ക് സമാധാനം തരുവാനിടയായി തീർന്നു. ഹാലലിയ. ഞാൻ വളരെയധികം ചിന്തിച്ചു. ഹാലലിയ. ഇടികൊണ്ട് രക്തം ധാരധാരയെ ഒഴുകുമ്പോഴും ഈ അപ്പച്ചൻ പറയാനുള്ള പദം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി സകലതും ക്ഷമിക്കുന്നു എന്ന്. ഹാലലൂയ. ഞാൻ ആത്മാർത്ഥതയോടെ പറയട്ടെ, ഈ പവിത്ര സുവിശേഷത്തിന്റെ വിളംബരത്തിന് വിരോധമായി എത്രയെത്ര രാജാക്കന്മാർ, എത്രയെത്ര നേതാക്കന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. ഒരിക്കലും ഈ പവിത്ര സുവിശേഷം ഹാലലി അവസാനിപ്പിക്കുവാൻ കഴിയത്തില്ല. കാരണം മനുഷ്യന്റെ പദ്ധതിയായിരുന്നു എങ്കിൽ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി ഭാവിച്ചു. ഹാലലി ആ സമയങ്ങളിലെ ഇതൊക്കെ അവസാനിക്കാമായിരുന്നു. പക്ഷേ അതിനെല്ലാം ഓവർകം ചെയ്ത് ഇന്ന് നിൽക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാലലിയ ഈ പവിത്ര സുവിശേഷം ഒരിക്കലും മനുഷ്യന്റെ പദ്ധതിയല്ല, ഇത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് മാത്രമാണ്. ഹാലലുയ. ആത്മാർത്ഥതയോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഹാലലിയ കൊന്നാലും അവസാനിപ്പിക്കുവാൻ കഴിയാത്ത ഒരേ ഒരു മാർഗമാണ് സുവിശേഷ മാർഗം എന്ന് പറയുന്നത്. ഹാലലി. നമുക്കറിയാം എത്രയെത്ര ദൈവദാസന്മാരെ പലയിടങ്ങളിലായി കൊന്നൊടുക്കി, എത്ര സ്ഥലങ്ങളിൽ അപമാനിച്ചു, എത്രയെത്ര ദൈവദാസന്മാരുടെ ഭാര്യമാരെ മക്കൾമാരെ പീഡിപ്പിച്ചു കൊന്നു. ഹാലലിയ. എന്നിട്ടും ഹാലലി ഒട്ടും തന്നെ ഭയമില്ലാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചങ്കുറ്റത്തോടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു തലമുറയെ ദൈവം ഇന്നും എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മാന്യമിത്രങ്ങൾ ഹാലിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂതും കൂടെ ഞാൻ വിളിച്ചു പറയാം. അടുത്ത ജനറേഷനിൽ നിന്റെ തലമുറയിൽ അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തികൾക്ക് വേണ്ടി അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അന്ത്യകാല ശുശ്രൂഷകന്മാർ, അന്ത്യകാല സുവിശേഷകന്മാരെ സ്വർഗം എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇടികൊണ്ട് ഹാലലി രക്തം ധാരധാരയെ ഒഴുകുന്ന സമയത്തും ഈ അപ്പച്ചന് പറയാനുള്ള പദം ക്രിസ്തുവിന് വേണ്ടി സകലതും ക്ഷമിക്കുന്നു. അങ്ങനെ സിമ്പതിയുടെ പുറത്താണ് ആത്മീയ ജീവിതം ഞാൻ ആരംഭിക്കുവാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹാലലൂയ ഞാൻ എല്ലാ ഞായറാഴ്ചയും ഹാലലി അപ്പച്ചന്മാരുടെ ഹാലലൂയ ഈ പ്രൈസ് ദി ലോർഡ് ഈ സുവിശേഷം കേൾക്കുവാൻ വേണ്ടി ഞാൻ ജയിലിനകത്ത് നിന്നും പോകുവാൻ വേണ്ടി തുടങ്ങി. പോകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിനകത്ത് വീണ്ടും വ്രണം വർദ്ധിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഹാലിൽ പക്ഷെ അവർ കേട്ട ഭാവം പോലും നടിച്ചില്ല. എന്നാൽ ചില ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതെല്ലാം വർദ്ധിക്കുവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമായപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത വന്നു, ഈ അപ്പച്ചന്മാരോട് ഞാൻ കാര്യമൊന്ന് അവതരിപ്പിക്കാം. ഹാലലുയ. പക്ഷേ പുറത്തുനിന്ന് വരുന്നവരോട് സംസാരിക്കാൻ പോലീസുകാർ നമ്മളെ അനുവദിക്കത്തില്ല. അങ്ങനെ ഹാലലി എനിക്ക് എന്നോട് സ്നേഹമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു, സാറേ എന്നെ ഒന്ന് ഹാലലിയ എനിക്ക് ഈ പാസ്റ്റർമാരോട് സംസാരിക്കാൻ എനിക്ക് 1 മിനിറ്റ് ഒന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, എനിക്ക് 2 മിനിറ്റോളം എനിക്ക് അനുവദിച്ചു തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഹാലലൂയ ഈ സുവിശേഷം പറഞ്ഞിട്ട് പോകുന്ന ഈ പാസ്റ്റർമാരോട്, അപ്പച്ചന്മാരോട് ഞാൻ പുറകിൽ ഓടിച്ചെന്ന് അപ്പച്ച അന്ന് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്, ഞാൻ ചെങ്കൽ ചുള്ളക്കാരനാണ്, ഞാനിപ്പോൾ
ഹല്ലേലൂയ കൊലപാതക കുറ്റത്തിനാണ് പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് മറ്റ് 16ഓളം കേസുകൾ എനിക്കുണ്ട്. ഇനി പുറലോകം കാണുവാനില്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ ഈ അപ്പച്ചന്മാരോട് ഞാൻ ഒരു ലഘുവായിട്ടൊരു ചോദ്യം ചോദിച്ചു. അപ്പച്ച, നിങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ യേശുവിന് എന്നെ സൗഖ്യമാക്കുവാൻ സാധിക്കുമോ? എൻ്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ യേശുവിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമോ? അങ്ങനെ ചോദിച്ചപ്പോൾ ഈ അപ്പച്ചന്മാർ എന്ത് ചെയ്തെന്നറിയുമോ? മറ്റുള്ള പ്രതികളെല്ലാം തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, മറ്റുള്ള പോലീസുകാരെല്ലാം മാറ്റി നിർത്തിയ സ്ഥാനത്ത് ഈ 2 അപ്പച്ചന്മാർ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ തലയിൽ കൈവച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ച പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ശരീരത്തിലെ മുഴുവൻ വ്രണങ്ങളും കരിഞ്ഞു മാറുവാനിടയായി തീർന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഞാൻ രോഗസൗഖ്യം അനുഭവിച്ചത് കാരാഗ്രഹത്തിനകത്ത് വെച്ചാണ്. തിരുവനന്തപുരം പൂജപ്പുരയുള്ള സ്പെഷ്യൽ ജയിലിനകത്ത് വെച്ചാണ് ആദ്യമായിട്ട് രോഗസൗഖ്യം അനുഭവിക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ഏതെങ്കിലും രോഗികൾ ഇന്ന് ഹല്ലേലൂയ ഈ സാക്ഷ്യത്തിലൂടെ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ചില രോഗസൗഖ്യങ്ങളും യേശുവിനാൽ ഇന്ന് ഹല്ലേലൂയ കേൾക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറ്റം ചെയ്യുവാനിടയായി തീരും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ യേശു കർത്താവിന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ ഹല്ലേലൂയ സ്വർഗം നമുക്ക് സൗഖ്യം ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവ റാഫ സൗഖ്യദായകനാണ്. ഇന്ന് വിശ്വസിക്കുന്ന നിന്നിൽ അത്യന്തപരമായ ദൈവശക്തി വ്യാപരിച്ച് ഏത് വലിയ പാരമ്പര്യ രോഗങ്ങളെയും മാറ്റുവാൻ കഴിവുള്ള ഒരു സ്വർഗം ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ ഇടയായി തീരും. പ്രൈസ് ലോർഡ്. അങ്ങനെ രോഗസൗഖ്യം ആദ്യമായിട്ട് ഹല്ലേലൂയ കാരാഗ്രഹത്തിനകത്തളങ്ങളിൽ വെച്ച് ഞാൻ അനുഭവിക്കുവാൻ സ്വർഗത്തിൽ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി. പ്രൈസ് ലോർഡ്. അങ്ങനെ എല്ലാ ഞായറാഴ്ചയാകുമ്പോഴും ഹല്ലേലൂയ സുവിശേഷകരുടെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി ഞാൻ പോകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് എനിക്ക് ഹല്ലേലൂയ ആ അപ്പച്ചന്മാർ നീല ബൈലിട്ട പുതിയ നിയമം എന്നെഴുതിയ ഒരു പുസ്തകം എൻ്റെ കഴുത്തിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഇതിനകത്ത് യോഹന്നാൻ സുവിശേഷം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അത് വായിക്കാൻ വേണ്ടി പറഞ്ഞു. അടച്ചുപൂട്ടിക്കിടക്കുന്ന കാരാഗ്രഹത്തിനകത്തളങ്ങളിൽ ഈ യോഹന്നാൻ സുവിശേഷം ഞാൻ വായിച്ചു തുടങ്ങി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഓരോ അധ്യായങ്ങൾ വായിച്ചു തുടങ്ങിയപ്പോൾ സ്വർഗം എനിക്ക് വേണ്ടി ഒരു പുതിയ അധ്യായം എഴുതി തുടങ്ങുകയാണ്. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ കാരാഗ്രഹത്തിനകത്ത് വെച്ച് ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇനി എനിക്ക് പുറലോകം കാണുവാൻ സാധിക്കുമെങ്കിൽ ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കും, കർത്താവിൻ്റെ വേല ചെയ്യുമെന്ന് ഞാനൊരു തീരുമാനമെടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സാക്ഷിയാകുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കിയത്. ഇനി എനിക്കൊരു സാക്ഷ്യം കൂടെയുണ്ട്. ആ സാക്ഷ്യം ഞാൻ ഏതെങ്കിലും ഒരു ദിവസം വീണ്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ആ സാക്ഷിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് കോടതി മുറിയിലെ അത്ഭുതം. ഒന്നുകൂടെ പറഞ്ഞാൽ, കോടതി മുറിക്കകത്തും ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സാക്ഷ്യങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.